ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലിൻസീസ് ലിങ്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ലൊരു ക്രിസ്പി ഫ്രൈഡ് ചിക്കനാണ്. അതായത് തായ് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ. നല്ല ക്രഞ്ചിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണിത്. നമുക്ക് വീട്ടിൽ തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ചിക്കൻ ഏകദേശം വലിയ പീസസാക്കി കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നത്. ഇത് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മുടെ മല്ലിച്ചെടിയുടെ തണ്ടും അതുപോലെ തന്നെ അതിൻ്റെ വേരും ആണ് ഇതിൻ്റെ അകത്ത് മാരിനേഷന് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ വേരും കൂടെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ പേസ്റ്റാക്കി എടുത്താണ് നമ്മൾ ഇതിൻ്റെ മാരിനേഷന് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തണ്ടിനും അതുപോലെ തന്നെ മല്ലിച്ചെടിയുടെ വേരിനും നല്ലൊരു ഫ്ലേവർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് ഉണ്ടാക്കി ഇതുപോലെ അതിൻ്റെ തണ്ടും അതുപോലെ തന്നെ വേരും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലികളും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളകിൻ്റെ പൊടി. എരി നല്ലതുപോലെ വേണമെന്നുള്ളവർക്ക് ഒരു 2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ജീരകം അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ ടീസ്പൂൺ ജീരകവും. പിന്നെ വേണ്ടത് നമ്മുടെ സോയാ സോസ്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ സ്പൈസി ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് ഇത് അരച്ചെടുത്ത പേസ്റ്റാണിത്. ഓക്കെ, ഇതേപോലെ ഇത് നമ്മൾ അരച്ച് എടുക്കണം. നമ്മുടെ മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ഇത് മസാജ് ചെയ്ത് ചേർക്കണം. ചിക്കൻ നമ്മൾ ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ചിക്കൻ നല്ലപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഇടയിലേക്കൊക്കെ നല്ലതുപോലെ നമ്മുടെ ഈ മാരിനേഷൻ കയറി നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ടെൻഡർ ആവുകയും ആ മാരിനേഷൻ അതിൻ്റെ എരിയും അതിൻ്റെ ടാങ്കി ഫ്ലേവറൊക്കെ ചിക്കൻ്റെ അകത്തേക്ക് അബ്സോർബ് ആവും. ഇതുപോലെ ഒരു സിപ്ലോക്ക് കവർ എടുത്ത് നമ്മുടെ ചിക്കൻ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ പ്രിപ്പയർ ചെയ്തേക്കുന്ന മാരിനേഷൻ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ സിപ്ലോക്ക് കവർ ലോക്ക് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ ഈ കവറിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഈ മാരിനേഷൻ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഓക്കെ, ഈ മാരിനേഷൻ ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് വരെ വെക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ സിബ്ലോ കവറിനകത്ത് ഞാൻ ലോക്ക് ചെയ്തു. നമ്മുടെ ചിക്കൻ മാരിനേഷനുമായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് വെക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റും നല്ല ടെൻഡർ ആവുകയും ചെയ്യും. അതിൻ്റെ ആ കൊറിയാണ്ടറിൻ്റെ തണ്ടിൻ്റെയും സ്റ്റെമിൻ്റെയൊക്കെ ആ ഫ്ലേവർ നല്ലതുപോലെ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ ഇതിൻ്റെ കോട്ടിംഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് കോൺഫ്ലോറും അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കണം. അതായത് കോൺഫ്ലോറും അതുപോലെ നമ്മുടെ ബ്രെഡ് ക്രംസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലെയിൻ ബ്രെഡ് ക്രംസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ, ഫ്ലേവേർഡ് അല്ല, പ്ലെയിൻ ബ്രെഡ് ക്രംസ്. ഓക്കെ, ഇതിൻ്റെ കൂടെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് മാത്രം, കൂടിപ്പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അന്നേരം നമ്മുടെ ടേസ്റ്റിനനുസരണം ഉപ്പ് ചേർക്കണം. പിന്നെ എരി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഇതിൻ്റെ കൂടെ ചിലർക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ വൈറ്റ് പെപ്പർ ചേർത്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്താലും മതി. ഓക്കെ, ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കണം. ഇനി ഒരു പാൻ നമുക്ക് അടുപ്പയിലേക്ക് വെക്കാം. നമ്മുടെ കോട്ടിംഗ് ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ പാൻ അടുപ്പയിൽ വെച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എങ്ങനെ ഡീപ്പ് ഫ്രൈ വേണ്ടവർക്ക് അതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ല ഷാളോ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും ഇത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഷാളോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അന്നേരം അതിനനുസരിച്ചുള്ള ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഇപ്പോൾ ഹൈ ഹീറ്റിലിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല ടെൻഡറായിട്ടിരിക്കും. ഓക്കെ, നമ്മുടെ ചിക്കൻ എടുത്ത് നമ്മുടെ പൗഡറിലേക്ക് നമ്മൾ കോട്ട് ചെയ്തെടുക്കണം. നല്ല ഒരു കോട്ടിങ് കൊടുക്കണം. ഓക്കെ, ഇതേപോലെ നല്ലപോലെ ചിക്കൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ പൗഡർ കോട്ടിങ് പിടിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ഫ്രൈഡ് കോട്ടിങ്, ക്രഞ്ചി ഔട്ടർ ലെയർ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഇതൊന്ന്
നമ്മളിപ്പം ബ്രെഡ് ക്രംസ് ഇല്ല എങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് നമ്മുടെ കോൺഫ്ലോർ മാത്രം ഉപയോഗിച്ചും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കിപ്പം ബ്രെഡ് ക്രംസ് ഇല്ല എങ്കിൽ വേറൊരു ഓപ്ഷൻ, നമ്മുടെ കോൺഫ്ലേക്സ് നല്ലതുപോലെ പൊടിച്ച് ഇതിൻ്റെ അകത്ത് ചേർത്താലും മതി. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം ഇത്. ഓക്കെ, ഇപ്പം ഞാനിത് നല്ലപോലെ ഇത് കോട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ ഈ പൗഡറിൻ്റെ അകത്ത്, കോൺഫ്ലോറും അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിൻ്റെയും പൗഡറിൻ്റെ അകത്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ബെൽ ഐക്കണുണ്ട്, അത് നിങ്ങൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ന്യൂ വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, നമ്മുടെ എണ്ണ ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓരോരോ പീസസായിട്ട് ഇടുകയാണ്. ഇതിടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടാതെ എല്ലാ ചിക്കനും നല്ലതുപോലെ വേവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഷാളോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം നല്ലതുപോലെ ചിക്കൻ ഫ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഡിഷാണ്. അതുപോലെ കഴിച്ച് കഴിയുമ്പം പിള്ളേർ ചിലപ്പം വേണമെങ്കിൽ വിചാരിക്കും KFC ആണെന്ന്. അതുപോലത്തെ ഒരു നല്ലൊരു ടേസ്റ്റി ചിക്കനാണിത്. ഓക്കെ, അതുപോലെ നല്ല വിതിൻ നോ ടൈം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് ചിക്കനാണിത്. ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ലൊരു ക്രിസ്പി ഔട്ടർ ലെയറാണ് നമുക്കിതിൻ്റെ ഈ ചിക്കൻ്റെ അടുത്തുള്ളത്. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹൈ ഹീറ്റ് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുക്കാക്കി എടുക്കണം. അല്ലെങ്കിൽ ഹൈ ഹീറ്റിൽ തന്നെ ഇടുവാണെങ്കിൽ നമ്മുടെ ഈ ഔട്ടർ ലെയർ കരിഞ്ഞു പോകാനിടയുണ്ട്. അന്നേരം എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മുടെ ഹീറ്റൊന്ന് ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മുടെ തീ ഒന്ന് കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അന്നേരം നമ്മുടെ ഔട്ടർ ലെയർ ഇതേപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ചിക്കൻ്റെ അകം നല്ലതുപോലെ കുക്കായി കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ പെർഫെക്റ്റ്ലി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പേപ്പർ ടവൽ വെച്ച് അതിലെ പ്ലേറ്റിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് മാറ്റാം. ഓക്കെ, ഇങ്ങനെ മാറ്റിയ ചിക്കനാണിത്. നമ്മുടെ എക്സസ് ഓയിൽ അഥവാ ഉണ്ടെങ്കിൽ പേപ്പർ ടവലിനകത്ത് അബ്സോർബ് ആയി പോയിക്കോളും. ഓക്കെ, അതിനാണ് എപ്പോഴും ഫ്രൈ ചെയ്ത ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോൾ നമ്മളൊരു പേപ്പർ ടവൽ വെച്ച് ഇതിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.